ഞാനേ ഒരു ചക്ക കിട്ടി. ഏ ഞാൻ പറഞ്ഞില്ലേ ചക്ക കിട്ടിയ പിന്നെ എനിക്ക് ഭ്രാന്താന്ന് പറഞ്ഞില്ലേ. ചക്ക ഭ്രാന്ത എനിക്ക്. നാളെ ഞായറാഴ്ചയല്ലേ, ചക്ക ഇറച്ചിയൊക്കെ വെക്കാം അല്ലേ. അപ്പൊ ഇത് ഒന്ന് മുറിച്ച് നോക്കട്ടെ. പഴുപ്പിക്കാൻ നല്ലതെന്ന് പറഞ്ഞു എൻ്റെ ഈശോയെ. പഴുപ്പിക്കാനേ നല്ലതാന്ന് പറഞ്ഞു ഇന്നാള് വന്നപ്പോൾ പുള്ളിക്കാരി എനിക്ക് ഒരെണ്ണം കൊണ്ട് തന്നു. പക്ഷെ അത് നല്ലോണം മൂത്തില്ലായിരുന്നു. അത് ഞാൻ അവർക്കൊക്കെ കൊടുത്ത് തീർത്തു. നോക്കട്ടെ കേട്ടോ, ഇങ്ങനെയാണ് ഞങ്ങളുടെ നാട്ടിൽ ചക്ക മുറിക്കുന്നത്. ആ ഇത് ഇത് കണ്ടറിയാം. പറ്റാത്ത പണിയാട്ടോ. സൂപ്പർ ചക്കയാന്ന് തോന്നണ കണ്ടിട്ട്. ഇവിടുത്തെ നോക്കട്ടെ. ആ സൂപ്പർ ചക്ക, സൂപ്പർ ചക്ക. അപ്പൊ കടലാസ് ചിരട്ടി എടുക്കാൻ മറന്നുപോയി. വെളിച്ചെണ്ണയൊക്കെ എടുത്തു, ചിരട്ട എടുക്കാൻ മറന്നുപോയി. ചിരട്ട എടുക്കട്ടെ. കേടുമുണ്ട് ഈ ചക്കയ്ക്ക്, കേടുമുണ്ട്. തൽക്കാലം ഞാൻ ഈ ഒരു കഷ്ണം ഇതേ എടുക്കണുള്ളൂ കേട്ടോ. തൽക്കാലം ഈ ഒരു കഷ്ണം എടുക്കണുള്ളൂ. അത് ഞാൻ ബാക്കി തന്നെ മാറ്റി വെക്കട്ടെ. ഒരു കഷ്ണം എടുക്കണുള്ളൂ. ഇതൊക്കെ ഒന്ന് സെറ്റ് ആക്കട്ടെ കേട്ടോ, എന്നിട്ട് കാണാം. അതൊക്കെ എടുത്ത് സെറ്റാക്കി വെച്ചു, മുറിച്ചു. കത്തിക്ക് തന്നെ മുറിക്കാം കേട്ടോ, കത്തിക്ക് തന്നെ മുറിക്കാം. ഇച്ചിരിയും വെളിച്ചെണ്ണ. ഇത് പഴയ വെളിച്ചെണ്ണ. പഴയ വെളിച്ചെണ്ണ. അപ്പൊ പിന്നെ വീണ്ടും കത്തി ഞാനവിടെ വെച്ചു. ഇന്ന് അടുപ്പത്ത് വെച്ച് വേവിച്ച് ചിലപ്പോൾ കഴിക്കും, ചിലപ്പോൾ കഴിക്കില്ല. ചക്ക ഇട്ടപ്പോൾ ചക്കയിൽ മണ്ണ് ചാടിയ. കുഞ്ഞിനൊന്ന് തൂക്കട്ടെ. ചക്ക ഇഷ്ടമല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഒന്നുകിൽ പഴം ഇഷ്ടമായിരിക്കും, അല്ലെങ്കിൽ വറുത്തത് ഇഷ്ടമായിരിക്കും, കറി വെച്ചത്. ചക്ക ഇറച്ചി മീൻകറിയൊക്കെ കൂട്ടി കഴിക്കുന്നത് ടേസ്റ്റാ അല്ലേ. ഉള്ള സമയത്ത് നമ്മളിങ്ങനെയൊക്കെ വെച്ച് കഴിക്കും. ഇതൊന്നും ഇതൊക്കെ വെട്ടി വിരിഞ്ഞ് അരിഞ്ഞ് വെച്ചിട്ട് നമുക്ക് കാണാം. അച്ഛൻ പള്ളി പോവാ, വാതിലൊക്കെ അടയ്ക്കണം. അല്ലെങ്കിൽ ഞാനിവിടെ ഇരുന്നാലേ ആരെങ്കിലും കള്ളന്മാർ കയറി അറിയോ. ഇതൊക്കെ അരിഞ്ഞു വെച്ചിട്ട് കാണാട്ടോ. എൻ്റെ അമ്മേ, ഇരുന്നാ പിന്നെ എനിക്കാൻ പറ്റും.
പോടാ. ചക്കയൊക്കെ വെട്ടി ചക്ക ബാക്കിയുള്ളത് ഞാൻ അവിടെ എടുത്തു വെച്ചു. ഇനി എനിക്ക് ആവശ്യത്രേ ഉള്ളൂ കേട്ടോ. ഇത്രയും ചക്ക എനിക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് ഇതൊന്ന് വെട്ടിപ്പറിച്ചെടുക്കാം. ആദ്യമേ തന്നെ എൻ്റെ കത്തി ഒന്ന് ശരിയാക്കട്ടെ. കത്തി വന്നേ ശരിയാക്കിയിട്ട് വേണം. കത്തി വേറെ ഉണ്ട് കേട്ടോ, 3-4 കത്തി ഉണ്ട്. എന്നാലും അരിവാളിൻ്റെ ചക്കയൊക്കെ കഴിഞ്ഞിട്ട്, ചക്കയുടെ എല്ലാ സീസൺ കഴിഞ്ഞിട്ട് ഇനി അരിവാൾ ഞാൻ വൃത്തിയാക്കും. അല്ലാതെ അരിവാൾ വൃത്തിയാക്കിയിട്ട് കാര്യമില്ല. എപ്പോഴും നമ്മൾ ചക്ക കണ്ടിക്കുകയും അതും ചെയ്യില്ല. കത്തി പക്ഷെ അങ്ങനെയല്ല. കത്തി കണ്ടോ, ഉള്ള വെളിഞ്ഞീനൊക്കെ പോയി. ഞങ്ങളിതിന് വെളിഞ്ഞീന്ന് പറയും, ചിലർ മൊളിഞ്ഞീന്ന് പറയും. അപ്പോൾ ഈ പാത്രത്തിലേക്ക് നമുക്കിത് അരിഞ്ഞിടാം. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ചക്ക വയ്ക്കുമ്പേ ചക്കക്കുരു ചക്ക ചോദിക്കുമെന്ന്. എനിക്ക് ഇത്രയും മക്കളുണ്ടായിട്ട് ഒരെണ്ണം പോലും എൻ്റെ കൂടെ പോകുന്നില്ലല്ലോ എന്നും പറഞ്ഞ് ചക്ക പരാവുമെന്ന്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ചക്കക്കുരു 2-3 അരിഞ്ഞതിനകത്തേക്ക് ഇടണം. ചക്ക കുരു മുളച്ചു തുടങ്ങി കണ്ടോ, കുരുവെല്ലാം. അപ്പം കുറച്ച് ഒരു 2-3 കുരു അതിൻ്റെ കൂടെ നമുക്ക് അങ്ങനെ അരിഞ്ഞിടാം. അല്ലെങ്കിൽ ചക്ക ചോദിക്കുന്നത്, എനിക്ക് ഇത്രയും മക്കളെ എനിക്കുണ്ടായില്ലേ, എന്നിട്ട് ഒരെണ്ണം പോലും എൻ്റെ കൂടെ പോകുന്നില്ലല്ലോ എന്ന് ചക്ക പറയും. അപ്പം നമുക്ക് ആ പ്രാക്കേക്കണ്ടോ. എന്തിയടാ? തരാം. തരാം. ഞാൻ അപ്പം മീൻ നന്നാക്കല്ല. ഇതൊക്കെ ഇങ്ങനെ നന്നാക്കി എടുക്കട്ടെ കേട്ടോ. ഇതിനകത്തേക്ക് അരിഞ്ഞെല്ലാം അരിഞ്ഞിട്ടിട്ട് ഒക്കെ കാണാം. ഓക്കെ. ഇരുന്നാ പിന്നെ എനിക്കാൻ പെടണം പാടെൻ്റെ തമ്പുരാൻ. ചെരുപ്പെടുത്ത കേട്ടോ, മുന്നേ ചെരുപ്പ് ഊരിയിട്ടേക്കാർ. അപ്പോൾ അതെ, ചക്കയെല്ലാം ഞാൻ നുറുക്കി ചെത്തി ചേർമിച്ച് നുറുക്കി അരിഞ്ഞ് കറി വെക്കാൻ പാകത്തിനാക്കിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കറി വെക്കണം. കറി വെക്കാനായിട്ട് ഞാൻ അപ്പച്ചെമ്പിലാണോ വെക്കണ്ടേ കുക്കറിലാണോ വെക്കണ്ടേന്ന് ആലോചിച്ച് നിൽക്കുകയാണ്. കുരു ഒന്നും തന്നെ കൊള്ളില്ല, കുരു എല്ലാം മുളച്ചത്. അപ്പം ഇതൊക്കെ വെച്ചിട്ട് കാണാം കേട്ടോ. ചക്ക വെട്ടി മുറിച്ചു. നല്ല മഞ്ഞ ചക്ക കണ്ടോ, ഓറഞ്ച് കളറിലിരിക്കണുണ്ടോ, നല്ല ചക്ക. വെച്ചിട്ട് കാണാം. ചക്ക നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കണ്ടോ, ഞാൻ കഴുകി വാരി അപ്പച്ചെമ്പിലാക്കി. ആവശ്യത്തിന് ഉപ്പിട്ട്, ഉപ്പ് ആവശ്യത്തിന്, ഇപ്പം കറിവേപ്പില ആവശ്യത്തിന് വെള്ളം ഒഴിച്ച്, നല്ല കറിവേപ്പില ഫ്രഷായിട്ട് ഒലത്താനും കുറച്ച് മാറ്റി വയ്ക്കണം. ചക്ക ഒലത്തണ്ടേ, പുഴുക്കാക്കണ്ട. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നോക്കട്ടെ, മതി. ചെറിയ അടുപ്പത്തിരുന്ന് ചെറുതീയിൽ വേവട്ടെ. ഒന്നിച്ച് വെന്ത വെള്ളം പറ്റി പെട്ടെന്ന് ഇതുപോലെയാവും, കല്ലുപോലെ. ആവശ്യത്തിന് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. വേവട്ടെ കേട്ടോ. നമ്മുടെ ചക്ക എന്തായി എന്ന് നമുക്കൊന്ന് നോക്കാം. നോക്കട്ടെ.
അപ്പം ഇതിന് വേണ്ടിയിട്ടുള്ള ഉള്ളി മുളകൊക്കെ നമുക്കൊന്ന് ചതച്ചെടുക്കാം. ഉള്ളി മുളക് ചതച്ചെടുക്കാം കേട്ടോ. നമുക്കിതേ കടുക് പൊട്ടിക്കാം. അതും കൂടെ ഓഫ് ചെയ്ത് കൂട്ടോ, കാരണം അതിനകത്ത് വെള്ളം ഏകദേശം പറ്റിത്തുടങ്ങി. വെള്ളം പറ്റിത്തുടങ്ങി. അപ്പോൾ നമുക്ക് കടുക് പൊട്ടിച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഞാൻ ആദ്യമേ പോയി എൻ്റെ കൊടി എടുത്തിട്ടുണ്ട്. ശരിക്ക് ഉടഞ്ഞ് വെന്തിട്ടുണ്ട് കേട്ടോ. കടുക് ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ മൂത്തില്ലായിരുന്നു. മൂക്കട ആവശ്യ സമയത്ത് ഇതിന് ഇങ്ങനെ വെക്കുമ്പോഴേ ഒരു ചക്ക ഞാൻ കാണിച്ചു തരാം കേട്ടോ. ശരിക്കും വെന്തുടങ്ങിയ ചക്ക കണ്ടോ. വെളിച്ചെണ്ണ പതച്ച് വരുന്നേ ഉള്ളൂ. അതങ്ങനെ പതക്കണേ. എന്തത് അടിയായിട്ടായിരിക്കും, കേടായിട്ടായിരിക്കും വെളിച്ചെണ്ണ. അല്ലെങ്കിൽ പാത്രം ചൂടാവുന്നതിന് മുമ്പ് കടുകിട്ടിട്ട് വേപ്പില അതിനകത്ത് ഇട്ട കാരണം ഇനിയിപ്പോൾ ഞാൻ വേപ്പില ഇടുന്നില്ല കേട്ടോ. വേപ്പില ഇടുന്നില്ല. അപ്പം ഇങ്ങനെ ചക്കയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ വെട്ടി എൻ്റെ ഒരു ചക്കപ്രാന്തി എന്നെ ഒരു കളിയാക്കരുത് കേട്ടോ. ഒരു ചക്കപ്രാന്ത് എന്ത് ചെയ്യാനല്ലേ. നിങ്ങൾക്കൊക്കെ ഉണ്ട് അങ്ങനെ ചക്കപ്രാന്ത് പറയണം കേട്ടോ. ഏതായാലും എൻ്റെ മൈക്കിന് എന്തോ പറ്റിയിട്ടുണ്ട്. ചക്കയ്ക്ക് മുളക് ഇട്ട് കൊടുക്കാം. മുളക് ഞാൻ കുറച്ചേ ഇടുന്നുള്ളൂ, ഒരുപാട് മുളകിട്ട് ചക്കയുടെ ടേസ്റ്റ് കളയണില്ല. ചിലർ ഒരുപാട് മുളകിടും. മുളകിട്ട് ശരിക്കും മൂത്തതിന് ശേഷമേ ഞാൻ അതുപോലെ തന്നെ ഈ മുളകും ഉള്ളി ശരിക്കും മൂത്തതിന് ശേഷം മാത്രമേ ഇതിനകത്തേക്ക് ചേർക്കുള്ളൂ. ഹലോ, ആരാ? രഹനയാ? ആണോ? അല്ലപ്പോൾ ചേച്ചി എവിടെയായിരുന്നു ഇത്ര നേരം? ഓഫ് ചെയ്തു, ഗ്യാസ് ഓഫ് ചെയ്തിട്ടോ. എൻ്റെ ചക്കപ്പുഴുക്ക് ഇവിടെ റെഡിയായി.
ഗ്യാസ് ഓഫ് ചെയ്തു. കണ്ടോ ചക്കപ്പുഴുക്ക് കണ്ടോ? കണ്ടോ? ഇങ്ങനെയാണ് ഞങ്ങളൊക്കെ ചക്ക വയ്ക്കുന്നത്. നിങ്ങൾ ചക്ക വയ്ക്കുന്നത് എങ്ങനെയാണെന്ന് പറ. കണ്ടോ? നല്ല ആവി പറക്കണം. നമ്മുടെ ചക്കപ്പുഴുക്ക് ഇവിടെ റെഡിയായി. ചക്ക വെട്ടി ഇഷ്ടപ്പെട്ടാലും സ്വാദിഷ്ടമായിട്ട് നമുക്ക് കഴിക്കാമല്ലോ. കണ്ടോ? കണ്ടോ? നമ്മുടെ ചക്കപ്പുഴുക്ക്, ആവി പറക്കണ ചക്കപ്പുഴുക്ക് ഇവിടെ റെഡിയായി. കണ്ടോ? സൂപ്പർ അല്ലേ? സൂപ്പർ സൂപ്പർ. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു വീഡിയോ. നിങ്ങൾ ചിരിക്കും. ചക്ക കിട്ടി, അത് ഞാൻ അപ്പം തന്നെ വെട്ടി പകുതി ചക്ക അവിടെ എടുത്തു വെച്ചു. വെച്ചേക്കണത് പകുതി അവിടെ വെച്ച് ഇനി അത് മൂട്ടി വയ്ക്കണം. കണ്ടോ? മൂട്ടി വെച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു കഷ്ണം വെട്ടി നുറുക്കി അടപ്പത്ത് വെച്ച് വേവിച്ചു. ഇനിയിപ്പം ഞാൻ കുളിച്ചു പ്രാർത്ഥിച്ച് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇതും കഴിക്കും. അവിടെ മൂടിയിരിക്കട്ടെ കേട്ടോ. കണ്ടോ? അപ്പോൾ ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ. പോയി കുറേ പണിയുണ്ട്, അപ്പോൾ അതൊക്കെ തീർത്തിട്ട് വന്നിട്ട് കാണാം. ഓക്കേ.